പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2 വർഷം മുമ്പ് ഇതേ അവസരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ LKG ചേർത്ത സമയത്ത് നിങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്യാനുള്ള അവസരം ദൈവനിയോഗത്താൽ എനിക്ക് ഉണ്ടായി. ഇന്ന് അവരെല്ലാം നമ്മളുടെ വിദ്യാഭ്യാസ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ യൂണിവേഴ്സിറ്റികളിലെ പോലെ ഒരു ഗ്രാജുവേഷൻ സെറമണിയായി ഇന്ന് അവർ 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. നാമെല്ലാം ജനിച്ച് വളർന്ന് പഠിച്ച സാഹചര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കടന്നു പോകുന്നത്. പഠനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കടുത്ത മത്സരമുള്ള ലോകത്ത് ഇവരെ അതിന് പ്രാപ്തരാക്കി നല്ല ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ച് നല്ല കുഞ്ഞുങ്ങൾ, നല്ല സ്വഭാവമുള്ള, ദൈവഭയമുള്ള, നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള, ലക്ഷ്യബോധമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവരാനായി സാധിക്കുകയുള്ളൂ. അതിന് ജഗദീശ്വരൻ ഈ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കെനിയയിൽ, ആഫ്രിക്കയിലെ ഒരു പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് കെനിയ. ആളുകൾക്ക് ഭക്ഷണവും കുടിവെള്ളവും പോലും ലഭിക്കാൻ മഴയൊക്കെ വളരെ അപൂർവമായി ലഭിക്കുന്ന, പ്രകൃതി വിഭവങ്ങൾക്ക് ശോഷണം സംഭവിച്ച പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ സ്കൂളുകളിൽ ഒരു പുരോഹിതനെ സഭ അധ്യാപകനായിട്ട് അയച്ചു. അദ്ദേഹം സ്കൂളിലെത്തി പഠിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നത്. അദ്ദേഹം ക്ലാസ്സിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, ഓരോ ഡിവിഷനിലും 1-2 കുട്ടികൾ വീതമാണ് ആ ക്ലാസ്സുകളിലുണ്ട്. അദ്ദേഹത്തിന് വലിയ പ്രയാസം തോന്നി. ആ പുരോഹിതൻ ഒരു സൈക്കിൾ കരസ്ഥമാക്കിക്കൊണ്ട് ആ സൈക്കിളിൽ ഗ്രാമാന്തരങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്ത് വീടുകൾ സന്ദർശിച്ച് രക്ഷകർത്താക്കളെ ബോധവൽക്കരിച്ച് കുട്ടികളെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ദയവായി രക്ഷകർത്താക്കളെല്ലാം അതിൽ പങ്കുചേർന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കണമെന്നും ആ പുരോഹിതൻ രക്ഷകർത്താക്കളെ ഓർമ്മിച്ചു. ക്രമേണ ആ സ്കൂളിലെ അറ്റൻഡൻസ് ഉയർന്നു. ഈ പുരോഹിതൻ അദ്ദേഹത്തിന് ലഭിച്ചു സഭ നൽകിയിരുന്ന ശമ്പളം. അദ്ദേഹം ഒരു കാര്യം മനസ്സിലായി, ദാരിദ്ര്യമാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നതിന് അവിടുത്തെ രക്ഷിതാക്കൾ നേരിട്ട പ്രശ്നം. ഇവർക്ക് കഴിക്കാൻ ഭക്ഷണമോ നല്ല വസ്ത്രങ്ങളോ ഇല്ലേ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ. സന്തോഷം കൊണ്ട് രക്ഷകർത്താക്കൾ അവർ തന്നെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച് ആ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളെയെല്ലാം സ്കൂളുകളിൽ എത്തിച്ചു. അദ്ദേഹം സമ്പന്നരായിട്ടുള്ള സുമനസ്സുകളെ കണ്ട് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ധനം അഭ്യർത്ഥിച്ചു. ചില നല്ല ആൾക്കാർ ധനം കൊടുത്ത് സഹായിച്ചു. അങ്ങനെ അദ്ദേഹം എഴുത്തും വായന അറിയാത്ത കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, പഠിപ്പിച്ചു. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണെന്ന് അവിടെ അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ചിലരുടെ സഹായത്തോടെ ഒരു കമ്പ്യൂട്ടർ സ്കൂളിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ അറിവിനനുസരിച്ചും കഴിവുള്ളവരെ എത്തിച്ച് അവരെ കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനം ഈ കുഞ്ഞുങ്ങൾക്ക് നേടിക്കൊടുത്തു. അങ്ങനെ ക്രമേണ കുട്ടികൾ സാക്ഷരരായി, വിദ്യാഭ്യാസത്തിൽ ക്രമേണ ആ പ്രദേശത്ത് പുരോഗതി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആ പുരോഹിതന്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം ഇവരെ പ്രാപ്തരാക്കി ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് അമേരിക്കയിലെ ഒരു സ്കോളർഷിപ്പിന്റെ സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ടുള്ള ഒരു പരസ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ഈ കുട്ടികളെ അതിനുവേണ്ടി തയ്യാറാക്കി അതിൽ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതിന് ചില ആളുകളൊക്കെ സഹായിച്ച് അമേരിക്കയിൽ തന്നെ നേരിട്ട് പോയി കുട്ടികളെ അതിൽ പങ്കെടുപ്പിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പിന്നോക്കാവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്ന ഈ കുട്ടികൾ വികസിത രാജ്യങ്ങളിൽ നിന്ന് വന്ന കുട്ടികളെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് 1ാം സമ്മാനം നേടി. $10 ലക്ഷം അവർ 1ാം സമ്മാനത്തിന്റെ തുകയായിട്ട് കിട്ടിയത്. അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും മറ്റ് പൂർവ്വദേശങ്ങളിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്ന ഗ്രഹത്തിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങൾ നല്ലതുണ്ടായിരുന്ന സ്കൂളുകളിലെ കുഞ്ഞുങ്ങളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ പുരോഹിത നേതൃത്വത്തിൽ പ്രയത്നിച്ച കുഞ്ഞുങ്ങൾ 1ാം സമ്മാനം കരഗതമാക്കിയത്. ആ 10 ലക്ഷം തുക
ഡോളർ സമ്മാന തുകയുമായി തിരിച്ചെത്തിയ അദ്ദേഹം തൻ്റെ സ്കൂളിൽ അതിന് ഏറ്റവും നല്ല മുറികൾ ശുചിയാക്കിക്കൊണ്ട് അതിനകത്തിൽ വേണ്ട കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ച് കൂടുതൽ മത്സര പരീക്ഷകളിൽ തൻ്റെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി കൂടുതൽ കമ്പ്യൂട്ടർ വാങ്ങിയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ആ 10 ലക്ഷം US$ അതിൽ നിന്ന് ഒരു പൈസ എടുത്ത് ഒരു ചായ പോലും കുടിക്കാതെ അദ്ദേഹം അതിലേക്ക് വിനിയോഗിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? എത്ര പിന്നോക്കാവസ്ഥയാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ പരിശ്രമം ആര് കാണും? ദൈവം കാണും.